ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തൊരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അറിയാലോ, നമ്മുടെ SLC എക്സാംസ് ഒക്കെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ സയൻസിൽ ആവശ്യം വരുന്ന കെമിസ്ട്രി സയൻസിൽ ആവശ്യം വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ പേര് പറയാണ്, മോൾ കോൺസെപ്റ്റ് ആണ് നമ്മുടെ ചാപ്റ്ററുടെ പേര്. സോ നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടിയും നല്ല രീതിയിൽ പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത്യാവശ്യം ഇക്വേഷൻസും ലോയും അതേപോലെ തന്നെ ഒരു ഡെറിവേഷനും ഉള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ഈ ക്ലാസ് കേൾക്കുക. അതിനോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ താനെ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ടോപ്പിക്സും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഫുൾ എനർജിയോട് കൂടി എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മോൾ കോൺസെപ്റ്റ് നിങ്ങൾ 4ാമത്തെ ചാപ്റ്ററാണ്. അത് ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ഫൈൻഡിങ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ്. എടാ നോക്കിയേ, നമ്മുടെ ഈ പ്രാവശ്യത്തെ പാറ്റേണിൽ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യൂട്ടാ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടൈപ്പാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നേക്കണം നോക്കിയേ, റോബർട്ട് ബോയിൽ, അതായത് ബോയിൽസ് ലോ ആണ് അവിടെ തന്നേക്കുന്നത്. P is directly proportional to 1/P. അതായത് P കൂടുകയാണെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്തിന് മാറ്റം സംഭവിക്കുന്നത്, വിക്ക് മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ P കൂടണമെങ്കിൽ V എന്ത് ചെയ്യും, കുറയും. ഇനി V കൂടണമെങ്കിൽ P എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ താഴെ തന്നേക്കുന്നത് ഡാഷ് ആണ്. അത് ഏത് ലോ ആണെന്ന് നമ്മൾ എഴുതേണ്ടത്. V is directly proportional to T. അതായത് V കൂടുന്നതനുസരിച്ച് ടിയും എന്ത് ചെയ്യണം, കൂടണം. V കൂടുന്നതനുസരിച്ച് ടിയും കൂടണം. ഇനി V കുറയുകയാണെങ്കിൽ ടിയും എന്ത് ചെയ്യണം, കുറയണം. ഇത് ഏത് ലോ ആണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. നമുക്ക് നല്ലോണം അറിയാം. 3 ലോ നമ്മൾ പഠിക്കാണ്ട്, ബോയിൽസ് ലോ, അവഗാഡ്രോസ് ലോ, പിന്നെ ഒരെണ്ണം ഉണ്ട് ചാൾസ് ലോ. അപ്പോൾ ചാൾസ് ലോന്റെ ഇക്വേഷൻ ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. V is directly proportional to T. V കൂടുന്നതനുസരിച്ച് T കൂടുന്നു. സോ ഇവിടെ വരാൻ പോകുന്ന ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്, ചാൾസ് ലോ. ചാൾസ് ലോ ഇടാം. അപ്പോൾ നിങ്ങൾ 3 ലോയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവും. എന്നില്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സന്ദർഭം തന്നിട്ട് ഏത് ലോ ആണെന്ന് പറയും. അവിടെ എന്തായിരിക്കും വ്യത്യാസം വരാൻ പോകണമെന്ന് ഉൾപ്പെടെ എന്ത് ചെയ്യും, പറയാനുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ 3 ലോ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാനാണ്. നോക്കിക്കോട്ടാ, നമ്മുടെ ഈ വർഷത്തെ പാറ്റേണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിങ്ങൾക്കൊരു റീസൺ അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ നോക്കണം. നോക്കിയേ, എ ഗ്യാസ് ഹാവിങ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atm പ്രഷർ വിൽ കംപ്രസ് ടു 11 ലിറ്റർ അറ്റ് 4 atm പ്രഷർ. അതായത് ഒരു ഗ്യാസിന് 44 ലിറ്റർ വോളിയം ഉണ്ട്. എപ്പോഴാണ്, 1 atm ഇത്. അതായത് പ്രഷർ 1ൽ അവൻ്റെ വോളിയം അവൻ്റെ പ്രഷർ 1 ആയിരിക്കും. അതേപോലെ തന്നെ അവൻ്റെ വോളിയം പ്രഷർ 1 ആയിരിക്കും. വോളിയം എന്തായിരിക്കും എന്നാണ് പറഞ്ഞേക്കണം, V1 എന്ന് പറഞ്ഞാൽ വോളിയം 1 എത്രയായിരിക്കും എന്നാണ് പറഞ്ഞേക്കണം, 44 ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കണം. ഇനി അത് ദ പ്രഷർ അറ്റ് ATM വിൽ കംപ്രസ് ടു 11 ലിറ്റർ അറ്റ് 4 atm. അപ്പോൾ P2 എന്ന് പറയുന്നതിൽ പ്രഷർ ടു 4 atm ആയിട്ടാണ് അവർ എടുത്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ വോളിയം എന്താവുന്ന പറഞ്ഞാൽ, അതായത് V2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 11 ലിറ്റർ ആയിട്ട് മാറും. അപ്പോൾ നോക്കിയാൽ P1ൽ 44 ലിറ്റർ ഉണ്ടാവും. P2 എന്ന് പറയുന്നത് പ്രഷർ 2ൽ വോളിയം എന്തായിരിക്കും, 11 ആയിരിക്കും. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ P1 V1 is equal to P2 V2. രണ്ടാമത്തെ റീസൺ, അതിൻ്റെ റീസൺ തന്നേക്കണതാണ് എന്ത്, P1 V1 is equal to P2 V2 എന്നാണ് അവർ തന്നേക്കണത്. അപ്പോൾ നോക്കിയടാ, പ്രഷർ ഇവിടെ രണ്ട് സന്ദർഭത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തേക്കണാണ്, കൂടിയേക്കണതായിട്ടാണ് കാണുന്നത്. പക്ഷെ വോളിയം ആണെങ്കിലോ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം എന്തായിരിക്കും എന്ന് ഒന്ന് പറയാമോ നിങ്ങൾക്ക്? എന്ത് വ്യത്യാസമായിരിക്കും ഇവിടെ വന്നേക്കണത്? പ്രഷർ കൂടി വോളിയം കുറഞ്ഞു. അതായത് P is inversely proportional to V എന്നല്ലേ പറഞ്ഞേക്കുന്നത്. പ്രഷർ കൂടിയപ്പോൾ വോളിയം കുറഞ്ഞു. ഒരെണ്ണം കൂടി ഒരെണ്ണം കുറയണല്ലോ. അത് ഏതാണ്, ഏത് ലോ ആണ്? അതെ, ബോയിൽസ് ലോ. ബോയിൽസ് ലോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രഷർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വോളിയം എന്ത് ചെയ്യും, കുറയും. വോളിയം എന്ത് ചെയ്യും, കുറയും. ഇനി അപ്പോൾ അവിടെ കൊടുത്തേക്കണതാണ്, അതായത് P is directly proportional to inversely proportional to 1/V എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും കൺസിഡർ ചെയ്യാം. ഇവിടെ P1 proportional to 1/V1. ഓക്കെ, അതേപോലെ തന്നെ P2 is proportional to 1/V2. ഇങ്ങനെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. എടാ നോക്കിയോ, നമ്മൾക്ക് ഇത് രണ്ടിനെയും ഒന്നാക്കി എഴുതാം. അതായത് P1
അതേപോലെ തന്നെ ഈ V1 നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാമല്ലോ. V1 പ്രൊപ്പോർഷണൽ എന്നുള്ളത് പറഞ്ഞിട്ട് P2, ഈ V2നെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ V2 ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്ക് അത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ P1 V1 ഇസ് ഈക്വൽ ടു P2 V2 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാലോ. സോ ഇത് പറഞ്ഞേക്കണ ശരിയല്ലേ? അസേഷനിൽ പറഞ്ഞേക്കണത് എന്താണ്? നമ്മൾ വോളിയം പ്രഷർ കൂട്ടുന്നതനുസരിച്ച് വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതേപോലെ തന്നെ റീസണിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? ബോയിൽസ് ലോ ഇതിന് കാരണമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ശരിയായിട്ടല്ലേ കിട്ടിയേക്കണത്? അപ്പോൾ രണ്ടും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ബോത്ത് A and R are true and R is the correct explanation of A. അല്ലേ? എന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്ത്? R. അപ്പോൾ നമുക്ക് ആൻസർ എന്തായിട്ട് വരും? ഏത് ഓപ്ഷൻ ആയിട്ട് വരും? A വരോ, B വരോ, C വരോ, D വരോ? ഏത് വരോടാ? പറ ഏതായിരിക്കും? യെസ്, A ആണ് നമ്മളുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ബോത്ത് A and R are true and R is the correct explanation of A. ക്ലിയർ അല്ലേ? അപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. നോക്കിയടാ, certain statement regarding gases are given below. Select the correct statement. എടാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകണം. കാരണം ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കേണ്ടത് ഒരു 7ഓളം പ്രോപ്പർട്ടീസ് നമ്മൾ ഗ്യാസിൻ്റെ പറ്റി പഠിക്കുന്നുണ്ട്. സോ ആ പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം 1 മാർക്കോ 2 മാർക്കിനോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട്. അതായത് ഒരു ഗ്യാസ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് പല ഭാഗങ്ങളായിട്ടായിരിക്കും, ഒരുമിച്ചല്ല പല ഭാഗങ്ങളായിട്ടും കാണപ്പെടുന്നതെന്ന് പറയണം. പിന്നെ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇസ് ലെസ്. ഇവരുടെ എനർജി എന്ന് പറയുന്ന എനർജി എന്തായിരിക്കും? കുറവായിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ, ഗ്യാസ് മോളിക്യൂൾസ് ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അവർക്ക് എങ്ങനെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെ ആയിരിക്കട്ടെ ശരി? ആദ്യത്തെ പറ്റി നമുക്ക് നോക്കാം. ഇൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡിൽ ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് അറ്റപ്പറ്റ ഒരുമിച്ച് കട്ടൗത്തിയായിട്ടിരിക്കണം. അറ്റപ്പറ്റാന്ന് പറഞ്ഞിരിക്കാറില്ല. പക്ഷെ ലിക്വിഡിൽ അങ്ങനെ ഒരു അറ്റപ്പറ്റ ലെവലിലായിരിക്കും, കംപ്ലീറ്റ്ലി പാക്ഡ് ആയിരിക്കില്ല. ഒരു ചെറിയ സ്പേസ് ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവും. അവർക്ക് ഫ്ലൂയിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സ്പേസ് ഉണ്ട്. പക്ഷെ ഗ്യാസ് നമ്മൾ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് അവർ നിൽക്കൂല, പല സ്ഥലത്തായിട്ടായിരിക്കും നിൽക്കണം. അതായത് തെറിച്ചെറിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ആര്? ഗ്യാസ്. അപ്പോൾ അവർ പല ഡയറക്ഷനിലല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? വളരെ ദൂരെയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്ന സെന്റൻസ് എന്താണ്? ശരിയാണ്. ഇൻ ഗ്യാസസ് മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ട്. ശരിയാണ്. കാരണം ഓരോ ഗ്യാസ് മോളിക്യൂളും പല സ്ഥലങ്ങളിലല്ലേ നിൽക്കണം, ഡിസ്റ്റൻസ് കൂടുതലല്ലേ. അത് കറക്റ്റാണ് അവർ പറഞ്ഞേക്കണം. ഇനി എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇസ് വെരി ലെസ്. അതാ ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ എനർജി വളരെ കുറവാണെന്നാണ്. അത് ശരിയായിരിക്കും. കാരണം ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ ഫ്രീ അല്ലെങ്കിൽ ഇത്രയും സ്പേസ് ഡിസ്റ്റൻസ് അവർക്കുള്ളത് കൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റൂലേ? അവർക്ക് അനങ്ങാൻ പറ്റൂലേ? ചലിക്കാൻ പറ്റൂലേ? അപ്പോൾ ഈ അവസ്ഥയിൽ അവർക്ക് എനർജി കുറവാണ്. മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വേണ്ടേ? ഇവർ നല്ലോണം മൂവ് ചെയ്യും അല്ലേ? നമ്മൾ വേറെ രീതിയിൽ പഠിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ അടക്കണമെങ്കിൽ അവരെന്ത് കൂട്ടിയിടിക്കും? ബൊമ്പാട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ അവർ മൂവ്മെന്റ് ചെയ്യുമ്പോഴല്ലേ അവർ കൂട്ടിയിടിക്കണം. മൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം അവിടെ എന്ത് വേണം? എനർജി വേണം. അപ്പോൾ കുറവ് എനർജി ആണെങ്കിൽ അവർ മൂവ് ചെയ്യും. ഇല്ല അല്ലേ? അപ്പോൾ അവർക്ക് എനർജി ഉണ്ട്. അപ്പോൾ എനർജി ഉണ്ടെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനും പറ്റൂല. അപ്പോൾ അവർക്ക് എനർജി കുറവായിരിക്കും കൂടുതലായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. യെസ്, ഡെഫിനറ്റ്ലി എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും, കുറവായിരിക്കില്ല. അവർ തമ്മിലുള്ള എനർജി വളരെ കൂടുതലായിരിക്കും. സോ ഈ രണ്ടാമത്തെ സെന്റൻസ് എന്താണ്? തെറ്റാണ്. സോ അവർക്ക് എനർജി വളരെ കൂടുതലാണ്. മൂന്നാമത്തെ നോക്കിയേ, ഗ്യാസ് മോളിക്യൂൾസ് ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാവും. ദൂരം കൂടുതലാണ്. അപ്പോൾ അവർക്ക് അനങ്ങാനും തിരിയാനും അറിയാനൊക്കെ എന്തെങ്കിലും അവർക്ക് പറ്റും. സോ അതുകൊണ്ട് ഡിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ഉറപ്പായിട്ടും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്താണ്? ഹൈ ആയിരിക്കും. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ എന്താണ്? ശരിയാണ്, ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ നോക്കിയേ, A ആർ റോങ്, A and B ആർ കറക്റ്റ്, C is wrong, A and C ആർ കറക്റ്റ്, B is wrong, all statements are wrong. നമുക്കിതിൽ ഏത് ചൂസ് ചെയ്യാൻ പറ്റും? യെസ്, ദ ആൻസർ C നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. A and C ആർ കറക്റ്റ്, B is wrong. രണ്ടാമത്തെ B ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ തെറ്റായിട്ട് നമുക്ക് തന്നേക്കുന്നത്. മറ്റു രണ്ടും എന്താണ്? ശരിയാണ്. A and C is correct. ഓക്കെ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോടാ? ഓക്കെടാ, ക്ലിയർ. ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെയിം ഇതേപോലത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഗ്യാസ് ലോനെ പറ്റിയിട്ട്. നോക്കിയേ, ദ സൈസ് ഓഫ് എൻ എയർ ബബിൾ കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. എടാ ആലോചിച്ച് നോക്കിക്കോട്ടാ. ഒരു അക്വേറിയം, നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ വരണം.
ഒരു അക്വേറിയം ഉണ്ട് ഇവിടെ. ഈ അക്വേറിയത്തിൽ ഒരു മീനുണ്ടെന്ന് ഓർത്തോ. ആ മീന് താഴെ നിന്നിട്ട് അതിൻ്റെ ശ്വാസം, അതായത് ഒരു ശ്വാസം പുറത്തേക്ക് കൊണ്ടാണ്, അത് ബബിളായിട്ടാണ് പുറത്തേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബബിൾ താഴത്തുനിന്ന് മേളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. താഴത്തുനിന്ന് മേളിലേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ശരിയാണെന്ന് നിങ്ങളറിയാം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ അക്വേറിയം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള അക്വാഷോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അക്വേറിയത്തിലെ മീൻ താഴേന്ന് വിടുമ്പോൾ ആ ബബിള് അത്യാവശ്യം ചെറുതായിട്ടായിരിക്കും കാണുന്നത്. മേളിലേക്ക് വരുമ്പോൾ അത് അത്യാവശ്യം ഇച്ചിരി വലുതായിട്ടുണ്ടാവും. നോർമലി നമ്മളിങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ താഴേന്ന് വരുന്ന ആ ബബിള് വളരെ ചെറുതും മേളിലേക്ക് വരുമ്പോൾ ആ ബബിൾ അത്യാവശ്യം വലുതുമായിരിക്കും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ, വെള്ളത്തിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ അത്യാവശ്യം പ്രഷർ കൂടുതലായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടിയപ്പോൾ അവിടെ എന്ത് കുറഞ്ഞ്? വോളിയം കുറല്ലേ. താഴേൽ ചെറിയ ബബിള്, മേളിലെത്തിയപ്പോൾ വലിയ ബബിള്. താഴെ ഭയങ്കര പ്രഷർ, അപ്പോൾ വോളിയം കുറഞ്ഞ്. മേളിൽ പ്രഷർ കുറവാണ്, അപ്പോൾ വോളിയം കൂടി. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ലോയാണ്? ഞാൻ പറഞ്ഞ് താഴേക്ക് വന്നപ്പോൾ പ്രഷർ കൂടി, വോളിയം എന്ത് ചെയ്ത്? കുറഞ്ഞ്. ഇനി മേളിലേക്ക് പോയപ്പോൾ പ്രഷർ കുറഞ്ഞ്, എന്ത് കൂടി? വോളിയം കൂടി. ഇത് ഏത് ലോ ആയിരിക്കും എന്ന് നമുക്ക് കുറച്ച് മുമ്പും കൂടി പറഞ്ഞു തീർത്തോളൂ. ഏത് ലോ ആയിരുന്നു? ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഏത് ലോ ആയിരിക്കും? ബോയിൽസ് ലോ. യെസ്, എന്തായിരിക്കും? ബോയിൽസ് ലോ ആയിരിക്കും. ആൻഡ് അതിൻ്റെ explanation, state the law എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, at constant temperature the volume of a fixed mass of a gas is inversely proportional to its pressure. ഒറ്റ വാക്കാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? ഒരെണ്ണം കൂടിയാൽ മറ്റേത് എന്ത് ചെയ്യും? കുറയും. ഒരെണ്ണം അപ്പായാൽ മറ്റേത് ഡൗൺ ആവും, ഒരെണ്ണം ഡൗൺ ആയാൽ മറ്റേത് അപ്പാവും എന്നുള്ള രീതിയിലായിരിക്കും അവിടെ പ്രക്രിയകൾ നടന്നു പോകുന്നത്. അപ്പോൾ ബോയിൽസ് ലോ ആണ്, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോക്കി വെക്കണം. കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് റീസണിലായിട്ടാണ് ചോദിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ലോ എഴുതാനായിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. അത് പല രീതിയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പണ്ടത്തെ ടെക്സ്റ്റിൽ ഉൾപ്പെടെ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്, നോക്കിക്കോട്ടാ. Relationship between the volume and temperature of a fixed mass of a gas at constant pressure is illustrated in the graph below. ഈ ഗ്രാഫ് നോക്കിയാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രാഫ് നമ്മളുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നോക്കിയാൽ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടി, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടി, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ലോ വെച്ചിട്ടായിരിക്കും ഈ ഗ്രാഫ് വരച്ചേക്കണമെന്ന് നമ്മളടുത്ത് ചോദിച്ചേക്കണം. ഏത് ലോ ആയിരിക്കും? നിങ്ങൾ നാളെ ചോദിക്കുക, ഏത് ലോ ആയിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്തും കൂടി, വോളിയം കൂടി. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്തും കൂടി, വോളിയം കൂടി. അപ്പോൾ ഇത് ഏത് ലോ ആയിരിക്കും? യെസ്, എക്സാക്ട്ലി. എന്താണ്? ചാൾസ് ലോ ആണ്. ഇതെന്താണ്? ഇത് ചാൾസ് ലോ. ഇനി അതിനൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇഫ് ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇസ് 150 ലിറ്റർ അറ്റ് 300 കെൽവിൻ, അതായത് V1 എന്ന് പറയുന്നത് എത്രയാണ്? 150 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ, 150 ലിറ്ററും ആദ്യത്തെ T1 എന്ന് പറയുന്നത് എത്രയാണ്? 300 കെൽവിനും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോടാ. വാട്ട് വിൽ ബി ദ വോളിയം V2 അറ്റ് T2? എത്രയായിരിക്കും? 600 കെൽവിൻ ആണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 600 കെൽവിനിൽ ഇവിടുത്തെ വോളിയം എന്തായിരിക്കും? നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോജിക്കൽ ലെവലിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക. ഇവിടെ ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. അവിടെ നോക്കിയേ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് അല്ലേ? എത്ര ടൈംസ് കൂടി? നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. 300 കെൽവിനിൽ നിന്ന് 600 കെൽവിനായി, അതായത് 300 2 ടൈംസ് അല്ലേ ഇത്? 300 2 ടൈംസ് കൂടില്ലേ? 2 ടൈംസ് അല്ലേ ടെമ്പറേച്ചർ കയറിയേക്കുന്നത് ഇവിടെ? അതേപോലെ തന്നെ വോളിയം 2 ടൈംസ് അപ്പോൾ കയറൂലേ? വോളിയം 2 ടൈംസ് തന്നെ കയറൂലേ? അപ്പോൾ എത്രയായിരിക്കും? ജസ്റ്റ് ഒന്ന് V2 അപ്പോൾ എത്രയായിരിക്കും ഇവിടെ? 150 ഇരട്ടി. എത്രയാണ്? 300 ലിറ്റർ. എത്രയായിരിക്കും? 300. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇൻ കേസ് ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്ത്? ഇപ്പോൾ T is directly proportional to V, അല്ലെങ്കിൽ തിരിച്ചെഴുതാം, V is directly proportional to T. V is directly proportional to T. അപ്പോൾ V by T is equal to a constant, അതായത് കോൺസ്റ്റന്റ് K. V1 by T1 is equal to V2 by T2. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കണം. V1 by T1 is equal to V2 by T2. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എന്തായിരിക്കും പറഞ്ഞത്? നോക്കിക്കോട്ടാ. V1 നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പോകണേ. V1 എത്രയാണ് ഇവിടെ? 150. T1 എത്രയാണ് ഇവിടെ? 300. ആൻഡ് V2 നമുക്ക് അറിയത്തില്ല. ആൻഡ് T2 നമുക്കറിയാം എത്രയാണ്? 600. സോ അതൊക്കെ ഇട്ട് കൊടുക്കുക. V1 150 ഡിവൈഡഡ് ബൈ T1 എത്രയാണ്? 300
ഇസ് ഈക്വൽ ടു V2 നമുക്ക് അറിഞ്ഞൂടാ, T2 എത്രയാണ് 600 അല്ലേ. അപ്പോൾ നമുക്കിത് അപ്പുറത്തേക്ക് എടുക്കാമല്ലോ. ഈ 600 അപ്പുറത്തേക്ക് എടുത്താൽ V2 കിട്ടില്ലേ. V2 ഇസ് ഈക്വൽ ടു 150/300 ഇൻറ്റു 600 അല്ലേ. അപ്പോൾ 300 ones are 3 times, 300 twos are 600 അല്ലേ. 150 ഇൻറ്റു 2, 150 ഇൻറ്റു 2 എത്ര കിട്ടൂടാ? 300 തന്നെ. എത്ര കിട്ടും? 300. സോ ഇത് ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമുക്ക് ലോജിക്കൽ തിങ്കിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് തല ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മാർക്സിന് മാക്സിമം 2 മാർക്സ് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കിയോ, ഞാൻ അതിൻ്റെ ആൻസർ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 300 ലിറ്റർ തന്നെ കേട്ടോ, നിങ്ങൾക്ക് നോക്കി പോവേ. നെക്സ്റ്റ് നോക്കിയേ, അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. വെൻ എ ബലൂൺ ഇസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് ഇൻക്രീസസ് ഇൻ സൈസ് ആൻഡ് മേ ബേഴ്സ്റ്റ്. അപ്പോൾ അസർഷൻ തന്നേക്കണാണ് അവർ, ഒരു ബലൂൺ ഞാൻ സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് കൂടാം, സൈസ് കൂടി അതിനെ പൊട്ടിത്തെറിക്കാം. അല്ല, അതിൻ്റെ റീസൺ പറഞ്ഞേക്കണം. നോക്കിയേ, അക്കോർഡിംഗ് ടു ചാൾസ് ലോ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. പ്രഷർ ഒരേപോലെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും എന്നാണ് ചാൾസ് ലോ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ചാൾസ് ലോയിൽ പറഞ്ഞേക്കുന്നത്. അത് ശരിയാണടാ. കുറേ നേരമായി ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. കാരണം ചാൾസ് ലോയിൽ പല പ്രാവശ്യം പറഞ്ഞു നമ്മളിപ്പോൾ ഈ വോളിയം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, ടെമ്പറേച്ചർ കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്തും കൂടും, വോളിയം കൂടും. എടാ, സൂര്യപ്രകാശത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു ബലൂൺ വെച്ച്, സൂര്യപ്രകാശത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ബലൂണിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എയർ ഇരിപ്പുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ടാവില്ല. ആ ടെമ്പറേച്ചർ അവിടെ എന്തിനാണ്, ആ ബലൂണിൻ്റെ ഉള്ളിലുള്ള എയറിൽ കൂടുന്നതാണ്. കൂടുമ്പോൾ അത് വീർക്കൂലേ. ചാൾസ് ലോ പറഞ്ഞേക്കണം അങ്ങനെയല്ലേ. നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് കൂടും, വോളിയം കൂടും. അപ്പോൾ ഈ ബലൂൺ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ലോണം ചിലപ്പോൾ വീർത്ത് വന്നിട്ട് അവസാനം അതിന് പറ്റാണ്ടാകുമ്പോൾ എന്ത് ചെയ്തു, പൊട്ടിപ്പോവും. അപ്പോൾ പുള്ളി പറഞ്ഞത് ശരിയാണ്. അതേപോലെ തന്നെ നമുക്ക് തന്നേക്കണം അസേർഷനും എന്താണ്, ശരിയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കുക. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയൊരു എക്സാമ്പിളാണ്. നിങ്ങൾ സ്കൂളിലെ സൈക്കിൾ ടയർ, അല്ലെങ്കിൽ സ്കൂളിൽ നിങ്ങൾ വെച്ചേക്കുന്ന സൈക്കിൾ ടയർ ചില സമയത്ത് പൊട്ടിപ്പോണ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ടോ എന്നൊരു സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കേൾക്കാൻ പറ്റും. കാരണം വേറെ ഒന്നുമല്ല, പെട്ടെന്ന് ചൂട് കൂടുന്ന സമയത്ത് ഈ സൈക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ എയർ അടിച്ച് വെക്കുമല്ലോ. അപ്പോൾ ഈ എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, ആ ടയറിനെ ഫുള്ളായിട്ട് തിങ്ങി നിറഞ്ഞിട്ട് അത് പൊട്ടിപ്പോണേണ്. അത് ചൂട് കൂടുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്, നമ്മൾ സമ്മർ സീസണിൽ ചൂട് കാലങ്ങളിൽ അല്ലെങ്കിൽ വേനൽക്കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അമിതമായി സൈക്കിളിൻ്റെ ടയറിൽ എയർ അടിച്ച് വെക്കരുത്. അതൊരു ക്വസ്റ്റ്യനായിട്ട്, അതും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. കാരണം ചൂട് കൂടുന്നതനുസരിച്ച് വോളിയം എന്തെങ്കിലും ഗ്യാസിൻ്റെ കൂടും, ചൂട് കൂടുന്നതനുസരിച്ച് വോളിയം എന്തെങ്കിലും ഗ്യാസിൻ്റെ കൂടും. അപ്പോൾ ഇതിൽ തന്നേക്കണ 4 ഓപ്ഷൻസിൽ ഏതായിരിക്കും ശരി? A and R are true. R is the correct explanation of A തന്നെയല്ലേ. ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ടല്ലോ, കാരണം ഫോൾസ് ഇല്ല, ഇവിടെ ഒന്നും തെറ്റായിട്ടില്ല. അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് എന്ത് ചെയ്തേക്കണത്, പറഞ്ഞേക്കുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. അതിൻ്റെ ബോത്ത് A and R are true and R is the correct explanation of A. ഇനി ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്. എടാ, ഇത് നമ്മളുടെ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞതാണ്. അതായത് ഒരു കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്, ടെമ്പറേച്ചർ ആണ്, വോളിയം ആണ്, നമ്പർ ഓഫ് മോൾസ് ആണ്. എടാ, നമ്മളവിടെ പഠിക്കുന്നുണ്ട് ഈ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതിന് ടെമ്പറേച്ചറിനോട് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ എന്നാണ് അതിൽ പഠിക്കുന്നത്. അത് ഗ്യാസ് ലോ ആണ്. അത് നിങ്ങൾ ഗ്യാസ് ലോ അല്ല, സോറി, ഗ്യാസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് പഠിച്ചു വെക്കണം. എന്താണ് ആൻസർ? ടെമ്പറേച്ചർ. പിന്നെ അതേപോലെ തന്നെ ടു കൺവേർട്ട് 27 ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ സ്കെയിൽ. ഇതൊന്ന് ഓർത്ത് വെക്കണം. നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 27 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുക. എന്താക്കി മാറ്റുക? കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുക. നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 27 ഡിഗ്രി, അതായത് 27 ഡിഗ്രീനെ നിങ്ങൾ എന്താക്കി മാറ്റണം? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. എത്ര കെൽവിനാണ്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് K ഇസ് ഈക്വൽ ടു, അതായത് കെൽവിൻ സ്കെയിൽ ഇസ് ഈക്വൽ ടു C + 273 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഓൾറെഡി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ്. C + 273 എന്നുണ്ട്. C എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് തന്നേക്കണം ഡിഗ്രി സെൽഷ്യസ്. എത്രയുണ്ട് ഡിഗ്രി സെൽഷ്യസ് തന്നേക്കണം? 27. 27 + 273. 27 + 273 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 300 കെൽവിൻ. എത്രയായിരിക്കും? 300 കെൽവിൻ. ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത്
നമ്മുടെ ഇക്വേഷൻ ഇതാണ്. കെ ഈസ് ഈക്വൽ, അതായത് കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. 273 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഡിഗ്രി സെൽഷ്യസിൻ്റെ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കെൽവിൻ സ്കെയിലുള്ള അളവ് കിട്ടും. സോ ദ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയേണ്ട. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ബി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതി വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകണേ. The volume of a fixed mass of a gas at 300 Kelvin is 10 liter. What will be the volume of the gas if the temperature is doubled without changing pressure? അതായത് പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പ്രഷർ എന്താണ്ടാ? കോൺസ്റ്റന്റ് ആണ്. അവിടെ വോളിയം V1, വോളിയം എന്താണ്? 10 ലിറ്റർ ആണ്. അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ആണ് പറഞ്ഞേക്കണം. ടെമ്പറേച്ചർ എത്ര എന്നാ പറയുക? 300 കെൽവിൻ ആണെന്നാ പറഞ്ഞേക്കണം. What will be the volume if the temperature is double? ടെമ്പറേച്ചർ എന്നാൽ ഡബിൾ ചെയ്യാനാണ്. അതായത് T1 എന്ന് പറഞ്ഞാൽ T1 എന്ന് പറയുന്നതിൻ്റെ 2 ടൈംസ് ആണ് എന്ന് പറയുന്നത് T2. അപ്പം 300 × 2 എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാ? 600 തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ 600 T2. V2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. V2 നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ V2 നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാട്ടാ, നോക്കിയോ. നമ്മൾ V2 എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയോ. ഇത് ആദ്യം ഏത് ലോ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തടാ? ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേ. ഇത് ഏത് ലോ ആയിരിക്കും? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷറിന് മാറ്റില്ല. പ്രഷർ എന്തായാലും എന്തില്ല? മാറ്റില്ല. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ലോ ഏതാണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ലോ ഏതാണ്? ഏതായിരിക്കുംടാ? ഏതായിരിക്കും? യെസ്, നമ്മുടെ ചാൾസ് ലോ. അതായത് വോളിയം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? ടെമ്പറേച്ചറും കൂടും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്തും കൂടും? വോളിയവും കൂടും. സോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചാൾസ് ലോ പ്രകാരം V1 by T1 is equal to V2 by T2. V1 by T1 is equal to V2 by T2. എടാ, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കുന്നുണ്ടേ, ഒന്നുകൂടി എഴുതരാം. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ V1 എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. T1 എന്ന് പറയുന്നത് 300 കെൽവിൻ ആണ്. അതേപോലെ T2 എന്ന് പറയുന്നത് T1 × 2 ആണ്. അപ്പോൾ 600 ആണ്. V2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V1 is equal to, അല്ലെങ്കിൽ V1 by T1 എന്ന് പറയുന്നത്, V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നമുക്ക് തന്നേക്കണത് V1 എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് 10 divided by T1 300 is equal to V2 by 600 അല്ലേ? അപ്പോൾ നമുക്ക് V2 കണ്ടുപിടിക്കാൻ 600 അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 10 by 300 × 600 is equal to V2. Therefore V2 is equal to 300 1 times 2 times. അപ്പോൾ 10 × 2 20 liters. എടാ, ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റീസണിങ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതായത് വോളിയം കൂടിയ ടെമ്പറേച്ചറും കൂടും, ടെമ്പറേച്ചർ കൂടിയ വോളിയം കൂടും. അപ്പോൾ വോളിയം 10 ലിറ്റർ ആയിരുന്നു, ടെമ്പറേച്ചർ ഡബിൾ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇരട്ടി, 10ൻ്റെ ഇരട്ടി എത്രയാണ്? 20. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രാക്ക് ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? മാക്സിമം തെറ്റിക്കാറുണ്ട്. അതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലും എന്ത് ചെയ്തേക്കണത്? വർക്ക്ഔട്ട്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ. ഓക്കെ, എല്ലാം വരുന്നുണ്ട്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The volume of a fixed mass of a gas at 1 atm pressure is 10 liter. അപ്പോൾ പ്രഷർ 1 atm, അതായത് P എന്ന് പറയുന്നത് 1 ആണ്, V എന്ന് പറയുന്നത് 10 ആണെന്നാണ് പറയുന്നത്. വാട്ട് വിൽ ബി ദ വോളിയം ഇഫ് ദ പ്രഷർ ഇസ് ഇൻക്രീസ് ടു 5? V1 നമുക്ക് തന്നു. P2 5 ആണെങ്കിൽ V2 എത്രയായിരിക്കും? P1 ഉം V1 നമുക്ക് തന്നിട്ടുണ്ട്. P2 നമ്മൾ എന്താണ് കണ്ടുപിടിക്കണം? സ്റ്റേറ്റ് ദ ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ ആപ്ലിക്കബിൾ ഫോർ ദിസ്. ഏത് ലോ ആയിരിക്കും എന്നാണ്. എടാ, പ്രഷറും വോളിയവും തന്നു. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ. ഏതാണ്? ബോയിൽസ് ലോ. ഇതിൽ വേണ്ട, ബോയിൽസ് ലോ. ബോയിൽസ് ലോയിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? V കൂടുകയാണെങ്കിൽ മറ്റേത് എന്ത് ചെയ്യും? കുറയും. അതായത് പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ P1 is equal to V2 P2 എന്നല്ലേ അത് വരിക? അതായത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ P1 is equal to V2 P2. സോ V1 എത്രയാണ്? 10 × 1 is equal to V2 നമുക്ക് അറിഞ്ഞുകൂടാ, × 5. ഈ 5ന് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 × 1 by 5 is equal to V2. Therefore V2 is equal to 5 1s are 5, 5 2s are 10. എന്താണ് V2? 2y. അതായത് V1 എന്ന് പറയുന്നത് 10ഉം V2 എന്ന് പറയുന്നത് എന്താണ്? 2ഉമായിട്ട് എന്ത് ചെയ്ത് മാറി. സോ വോളിയം എന്ത് ചെയ്ത്? നല്ല രീതിയിൽ കുറഞ്ഞ് താഴത്തേക്ക് പോണതാണ് നമ്മൾ കാണുന്നത്.
വോളിയം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോ ഏതാണ്? വോളിയം കുറഞ്ഞു, അതായത് പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു. സോ ദിസ് ഇസ് ബോയിൽസ് ലോ. ദിസ് ഇസ് ബോയിൽസ് ലോ ട്ടാ. ബോയിൽസ് ലോ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ യൂസ് ചെയ്യുന്ന ബോയിൽസ് ലോ ആണ്. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും, ഇനി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മുടെ ഡെറിവേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ വരുന്നത്. ഡെറിവേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണത്? വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിക്കാം. ഏതോ ഫസ്റ്റ് ടൈം എക്സാമിനോ എനിക്ക് സെക്കൻഡ് ടൈം എക്സാമിന് ഒരു ഡെറിവേഷൻ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, ഡിറൈവ് ദ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്നാണ് ചോദിച്ചേക്കണം. നമുക്ക് 2 ഗ്യാസ് ഇക്വേഷൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് നമ്മുടെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനും, അതേപോലെ തന്നെ രണ്ടാമത്തതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും. ഒന്നാമത്തത് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, രണ്ടാമത്തത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ഗ്യാസ് ലോസ് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇത്ര നേരം കേട്ട് നിങ്ങൾ എന്തൊക്കെ? ബോയിൽസ് ലോയും അതേപോലെ തന്നെ ചാൾസ് ലോയും, BC ലോ. അതാണ് ബോയിൽസ് ലോയും ചാൾസ് ലോ. അതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഫുൾ BC അതാണ് ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. അപ്പോൾ ഈ കമ്പൈൻഡ് ഗ്യാസ് ലോയിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് വേറെ ഒന്നുമല്ല, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ബോയിൽസ് ലോയിൽ നമ്മൾ പറഞ്ഞു എന്താണ്? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ചാൾസ് ലോയിൽ നമ്മൾ പറഞ്ഞു വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എന്നിട്ട് നമ്മൾ പറഞ്ഞു 2 സൈഡിലും വോളിയം കോൺസ്റ്റന്റ് ആക്കാം. നമുക്ക് ആദ്യം കോൺസ്റ്റന്റ് ആക്കാം. V ഇൻറ്റു P ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ V/T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി V1 P1 ഈസ് ഈക്വൽ ടു V2 P2 ആൻഡ് V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഇങ്ങനെയല്ലേ നമുക്ക് വരിക? അപ്പോൾ നോക്കിയേ, ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. അപ്പോൾ 2 സൈഡിലും V ഉള്ളത് കൊണ്ട് എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക്? ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ആദ്യം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എന്ത്? ഈ V1-ലുള്ളവരെല്ലാവരും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. V1 P1/T1 ഈസ് ഈക്വൽ ടു V2 P2/T2. എടാ, നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ, ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ വിയും P, ഇവിടെ 2 സൈഡിലും V ഉണ്ട്. V എല്ലായിടത്തും ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് ഒറ്റ ഇതിലാണ് എഴുതുന്നത്. V1 P1/T1 ഈസ് ഈക്വൽ ടു V2 P2/T2. ഒറ്റ V ആയിട്ട് നമ്മൾ എഴുതും. ബാക്കി എല്ലായിടത്തൊന്നും ഉള്ളവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. V എല്ലായിടത്തും ഉള്ളതുകൊണ്ട് നമ്മൾ വിനെ ഒറ്റ ഇതിലാണ് എഴുതുന്നത്. അപ്പോൾ V1 P1/T1 ഈസ് ഈക്വൽ ടു V2 P2/T2. ഇതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. V1 P1/T1 ഈസ് ഈക്വൽ ടു V2 P2/T2. നിങ്ങളുടെ വോളിയവും പ്രഷറും ടെമ്പറേച്ചറും ഒരേപോലെ വരുന്ന, അല്ലെങ്കിൽ ഒരേ രീതിയിൽ കാണാൻ പറ്റുന്ന ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇനി അതിനോടൊപ്പം തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കണം. ഇനിയും അതിന് ശേഷം വരുന്ന ഒരു ഡെറിവേഷൻ തന്നെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിങ്ങളുടെ ബോയിൽസ് ലോയും ചാൾസ് ലോയും അവോഗാഡ്രോസ് ലോയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. 3-ാമതൊരു ലോയുകളുണ്ട്, മറന്നു കളയരുത്. അവിടെ നിന്നൊരു ചോദ്യമാണിത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്ത് കളയരുത്? വിട്ട് കളയരുത്. സോ 3 ലോയും നമുക്ക് എഴുതാം. ബോയിൽസ് ലോ എന്താണ്? V is inversely proportional to P. പിന്നെ ചാൾസ് ലോ എന്താണ്? V is directly proportional to T. ആൻഡ് അവോഗാഡ്രോസ് ലോ എന്താണ്? V is directly proportional to N. 3 സൈഡിലും V കോമൺ ആണ്. V is proportional to 1/P ഇൻറ്റു T ഇൻറ്റു N എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ P-നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ട് തന്നെയാണ്. അപ്പോൾ PV is directly proportional to 1 into T into N. അതായത് 1 into T into N എന്ന് പറഞ്ഞാൽ എന്താണ്? TN. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഞാൻ അതിനെ ഈക്വൽ ടു ആക്കണ്ടേ? അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം അല്ലേ? ഈക്വൽ ടുവിനെ നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് ഒരു കോൺസ്റ്റന്റ്? ഇഫ് വി വോണ്ട് ടു ചേഞ്ച് ദ ഈക്വൽ ടു ഇൻ ടു എ വാല്യൂ വി ഷുഡ് ആഡ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഞാൻ ഈക്വൽ ടുക്ക് പകരം അവിടെ എന്ത് എഴുതാനാണ്? കോൺസ്റ്റന്റ്. അപ്പോൾ PV is equal to constant TN. എടാ, ഇവിടെ മാത്രം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ Kനെ നമ്മൾ വിളിക്കുന്നത് R എന്നായിരിക്കും. ഇവിടുത്തെ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്നത് എന്തായിരിക്കും? R. K എന്നായിരിക്കൂല നമ്മൾ വിളിക്കുന്നത്, പകരം എന്തെന്നായിരിക്കും? R എന്നായിരിക്കും വിളിക്കുന്നത്. ആ R നമ്മൾ ഫസ്റ്റ്
എഴുതി കൊടുക്കുക. ഇനി RTN എന്നാണ് അപ്പോൾ ഇവിടെ വരുന്നത്. PV = RTN. കുറച്ചും കൂടി ഭംഗിക്കായിട്ട്, കുറച്ചും കൂടി മനോഹാരിതയും കുറച്ചും കൂടി വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് സാർ മാറ്റി എഴുതുന്നുണ്ട്. PV = NRT. നിങ്ങൾ ആൽഫബറ്റിക് ഓർഡർ പഠിച്ചിട്ടില്ലേ? ABCDEFGHIJK LMNOP RST അല്ലേ? അപ്പോൾ ഈ N ആദ്യം വരുന്നു, R ആദ്യം വരുന്നു, അതിനുശേഷം വരുന്നു, N ആദ്യം വരുന്നു, R ആദ്യം വരുന്നു, R അതിന് ശേഷം വരുന്നു, T അതിന് ശേഷം വരുന്നു. ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങനെയുള്ള. അതേപോലെ തന്നെ ഞാൻ എന്താക്കി എഴുതി, ഈ ഇക്വേഷനെ മാറ്റി എഴുതി. അത്രയും ചെയ്തെന്നുള്ളൂ കേട്ടാ. നിങ്ങൾ ഇങ്ങനെ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. ബട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ NRT എന്ന് പറയുന്നതാണ് അതിൻ്റെ ഭംഗി. അത് കേൾക്കാനും ഭംഗിയാണ്, അത് എഴുതാനും ഭംഗിയാണ്. കാരണം ആൽഫബറ്റിക് ഓർഡർ എപ്പോഴും നമ്മൾ മാനിക്കണം. നമ്മൾ ഓർഗാനിക് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡർ നമ്മൾ മാനിക്കുന്നു. PV = NRT എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ആൻഡ് R is known as this constant. R is known as the universal gas constant. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ഉറപ്പായിട്ടും 100% എൻ്റെ മനസ്സ് പറയുന്നുണ്ട് 100% ഷുവർ ആയിരിക്കും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത്. കാരണം ഇതിന് മുമ്പുള്ള ടോപ്പിക്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റിലൊന്നും ഇല്ലാത്തൊരു ടോപ്പിക്കാണിത്. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഡെറിവേഷനും ഇപ്പോൾ പറയുന്ന ഡെറിവേഷനും നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു കാരണവശാലും ചോദിച്ചിട്ടില്ല. സോ 100% എനിക്കൊരു ഹോപ്പ് എന്നല്ല, എന്താ പറയുക, ഒരു മനസ്സിലുള്ളിലൊരു ഇത് തന്നെയുണ്ട്. കാരണം ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, എന്തായാലും ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ നല്ലോണം ഇത് പഠിച്ചു വെക്കാം. ഇനി നിങ്ങൾ പഠിച്ചു വെക്കണമെങ്കിൽ 100% നിങ്ങൾക്ക് നല്ലോണം ഇത് എഴുതാനും പറ്റൂട്ടാ. കാരണം അത്രയും സിമ്പിളാണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, 3 ലോയും കമ്പൈൻ ചെയ്തിട്ട് ഒരു കോൺസ്റ്റന്റ് ആക്കുക, കോൺസ്റ്റന്റ് R എന്ന് വിളിക്കുക. നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതിയാൽ നിങ്ങൾക്ക് എന്തായി, ഈ ഒരു ഇക്വേഷനായി. PV = NRT. പിന്നെയും പറയുകയാണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യു മസ്റ്റ് ലേൺ ദിസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുകയാണ്. ഇനിയാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നത്. ഇത്രയും നേരം നമ്മൾ കുറച്ച് അത്യാവശ്യം നമ്മുടെ ഗ്യാസ് ലോസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അത്യാവശ്യം ഉള്ളത് ഇനി മോൾ കോൺസെപ്റ്റ് ലെവലാണ്. സം സാമ്പിൾസ് ഓഫ് സർട്ടൺ കോമ്പൗണ്ട്സ് ആർ ഗിവൺ. അതിനേക്കാളും മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞതാണ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്ന സാധനമാണ്. നമ്പർ ഓഫ് മോൾസ് = ഗിവൺ മാസ് ബൈ GMM ഓർ ഗിവൺ മാസ് ബൈ GAM. ഇങ്ങനെ 2 ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പഠിക്കേണ്ടത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് = നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോസ് നമ്പർ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. അവോഗാഡ്രോസ് നമ്പർ 6.022 × 10⁻23 ആറ്റം ഓർ മോളിക്യൂൾസ് എന്നാണ് കേട്ടോ. ആറ്റം ഓർ മോളിക്യൂൾസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷുവറായിട്ടും ഓർത്തിട്ടുണ്ടാവണം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. അത് ആറ്റംസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ GAM, മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ GMM. നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് മോൾസിൻ്റെ അവോഗാഡ്രോ നമ്പറാണ് 6.022 × 10⁻23 എന്ന് പറയുന്ന ആ നമ്പർ കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എഴുതി തന്നുള്ളൂ. കൂടെ എഴുതാം. അത് ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി ഇതിന് വരുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നോക്കിയേ, കോമ്പൗണ്ട്സിൻ്റെ സാമ്പിൾസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് CaCO3. ഹിൻഡ് തന്നിട്ടുണ്ട്. കാൽഷ്യത്തിന് 40, കാർബണിന് 12, ഓക്സിജന് 16. എടാ നോക്കിയടാ, മോളിക്കുലർ മാസ് അല്ലേ. മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും മാസ് ടോട്ടൽ ചെയ്ത് എഴുതുക. അപ്പം CaCO3 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കാൽഷ്യത്തിൻ്റെ മാസ് എത്രയാണ്? 40 × എത്ര കാൽഷ്യം ഉണ്ട്? 1 പ്ലസ് അടുത്തത് C ആണുള്ളത്. C എത്ര ഉണ്ട്? സീൻ്റെ മാസം 12, ഒരു CA ഉള്ളു. പ്ലസ് ഓക്സിജൻ 16 മാസം. എത്ര ഓക്സിജൻ ഉണ്ട്? 3. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? മോളിക്കുലർ മാസ് കിട്ടും. അതല്ലേ ഫസ്റ്റ് ചോദ്യം. നോക്കാം, 40 × 1 40 പ്ലസ് 12 × 1 12 പ്ലസ് 16 × 3 6 3s are 18 അങ്ങനെ 3 1s are 3 plus 1 4 48. അപ്പോൾ നോക്കിയേ, 48 + 2 50 50 + 10 60 60 + 40 100 grams ആണ് എന്തിൻ്റെ മാസ്? CaCO3യുടെ മോളിക്കുലർ മാസ്. അത് ഫൈൻ. നെക്സ്റ്റ്, ഹൗ മെനി ഗ്രാം മോളിക്കുലർ മാസ്? gram molecular mass GMM or number of moles are there in each sample. ഓരോ സാമ്പിളിലും നമ്മൾക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ആണോ ഉള്ളത് എന്നാണ് അവർ ചോദിച്ചേക്കണത്. എത്ര നമ്പർ ഓഫ് മോൾസ്. സോ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം.
എന്താണ് 85 grams ഓഫ് NH3 എന്നാണ് പറഞ്ഞേക്കണം. 85. അപ്പം ഗിവൺ മാസ് നമ്പർ ഓഫ് മോൾസ് അല്ലെ ഗ്രാം മോളിക്കുലർ മാസ് അല്ലേ പറഞ്ഞേക്കണം. അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെ മോളിക്കുലാർ മാസ് എന്നാണെന്ന് അറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട്. ഗിവൺ മാസ് 85. ഇനി NH3 അല്ലേ, NH3ൻ്റെ അവിടെ തന്നിട്ടുണ്ട് എത്രയാണ് 17 അല്ലേ. 17 into 5, 8 5s are 40, 5 1s are 5 plus 7 5s are 35, sorry ട്രാ 7 5s are 35, പിന്നെ 5 1s are 5 plus 3 8. അപ്പം ഇത് എത്ര ടൈംസ് ആയിടാ 5. സോ NH3യുടെ മോൾസ് ആണ് 5 മോൾസ്. ഇനി അടുത്തത് എന്താണ് അവർ ചോദിച്ചേക്കണത് 88 grams ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഗിവൺ മാസ് 88 ആൻഡ് മോളാർ മാസ് നമുക്ക് അവിടെ തന്നിട്ട് എത്രയാണ് 44. എടാ കണ്ടറിയാം 44ന്റെ ഇരട്ടിയാണ്. സോ 2 മോൾസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. 44ന്റെ ഇരട്ടിയാണ് 88. അപ്പൊ 2 മോൾസ് ആണ് അവിടെ കാർബൺ ഡയോക്സൈഡ് ഉള്ളത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, വൺ മോർ തിങ് H2. ഓക്കെ H2 നമുക്ക് നോക്കടാ എത്രയാണ് വരുന്നത് നോക്കട്ടെ. H2യുടെ ഇതൊന്നും ആയിക്കട്ടെ. H2 എന്തോരം വരും നോക്കാല 20 grams അല്ലേ. 20 grams ഡിവൈഡ് ബൈ H2 മോളിക്കുലർ മാസ് എന്നല്ല 2. ഒറ്റടിക്ക് പറയാ 2 × 10 ടൈംസ് ആണ് 20 10 മോൾസ് ഓഫ് H2. ഇത് എല്ലാത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ചല്ലോ, പറഞ്ഞേക്കണം എല്ലാം കണ്ടുപിടിച്ചല്ലേ. ഹിന്റെ മോളിക്കുലർ മാസ് അവിടെ 3 തന്നേക്കണം. അപ്പോൾ 3ൻ്റെയുമാണ് നമ്മൾ എന്തിൻ്റെ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ സാമ്പിൾ R. കിട്ടില്ല ചോദ്യം. R എന്ന് പറഞ്ഞതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ എസും കൂടി കാണാം. എസ് എത്ര ചോദിച്ചേക്കണം 400 അല്ലേ. ഗിവൺ മാസ് നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ 100 ആണ് അവൻ്റെ മോളിക്കുലർ മാസ്. 100/400 എത്രയാണ് 100/400 എത്രയാണ് 4 മോൾസ്. എടാ 100/400 എത്രയാണ് 4 മോൾസ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ച് 4 മോൾസ്. ഇനി ലാസ്റ്റത്തെ ചോദ്യം കൂടി നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് ആണ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ എന്താണ്ടാ എത്രയാണ് എന്താണ് നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയതാണ്. എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പം നമ്പർ ഓഫ് മോൾസ് ആദ്യം കാണണ്ടേ ആറിൻ്റെ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ 6 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അല്ലേ. സോ നമ്മളിത് കണ്ടുപിടിച്ചാണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻³ കേട്ടോ. അപ്പോൾ 10 × 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് C ചോദ്യത്തിൻ്റെ ആൻസർ. എന്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കണം നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ. നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ ആണ് എന്ത് നമ്പർ ഓഫ് മോൾസ്. ശോകമാണ്, ഹാൻഡ് റൈറ്റിംഗ് ശോകമാണെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണോട്ടോ ഓഡിയോ കൊണ്ടിട്ട്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ നമ്മൾ എഴുതണതാണ് NA. അവോഗാഡ്രോ നമ്പർ തിരിച്ചെഴുതി N വലുതും A ചെറുതും. അവോഗാഡ്രോ നമ്പർ നമ്മൾ AN എന്നല്ലേ, ഒന്ന് തിരിച്ചെഴുതിയാൽ മതി NA. കേട്ടോ ഇതാണ് നമ്മളുടെ ഈ ചോദ്യം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു 3 മാർക്സ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടൈപ്പ് ചോദ്യം ഉണ്ട്, അത് നമുക്ക് താഴെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. 14ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോട്ടാ. The chemical reaction taking place at STP is given below. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നേക്കുന്ന ഇക്വേഷൻ എന്താണ് CH4 അല്ലേ. CH4 മീഥെയിൻ പ്ലസ് 2O2 gives CO2 പ്ലസ് 2H2. നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണത് അല്ലേ. കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രോകാർബൺ ഓക്സിജനിൽ ബേൺ ചെയ്യുന്ന കമ്പഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. How many moles of methane are required to react with 10 moles of oxygen? 10 മോൾ ഓക്സിജന് വേണ്ടി എത്ര മോള് 10 മോൾ ഓക്സിജന് വേണ്ടി എത്ര മോള് മീഥെയിൻ വേണം? എടാ ബേസിക്കലി നമുക്ക് നോക്കാം നമ്പർ ഓഫ് മോൾസിന്റെ കേസിൽ നോക്കാം. ഇവിടെ നോക്കിയാൽ ഫ്രണ്ടിലൊന്നുമില്ലല്ലോ. അപ്പോൾ 1 മോൾ, ഒരു മോള് മീഥെയിന് 2 മോൾ ഓക്സിജൻ വേണം അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അതായത് 2 മോൾ ഓക്സിജന് 1 മോൾ മീഥെയിൻ മതി, അങ്ങനെ ആലോചിക്കാം. അപ്പൊ ഇവിടെ 2 ഉണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം മതി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വേണമെന്നാ പറഞ്ഞ 10 അല്ലേ വേണമെന്ന് പറഞ്ഞത്, 2ന്റെ പകുതിയല്ലേ 1. അപ്പൊ ഇവിടെ 10 ഉണ്ട്. അപ്പൊ എത്ര മീഥെയിൻ മതി നിങ്ങൾക്ക്? 5 മോൾ മീഥെയിൻ മതി. എത്ര മതിടാ? 5 മോൾ മീഥെയിൻ മതി. ഇനി അതിൻ്റെ ഒപ്പം ചോദിച്ചേക്കണം നോക്കിയേ, കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് CO2 obtained if 64 gram of methane is completely burnt. 64 ഗ്രാം മീഥെയിൻ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് എന്തായിരിക്കും? എടാ മീഥെയിന്റെ നോർമൽ മാസ് നിങ്ങൾ നോക്കി എത്ര ആയിരിക്കും? CH4 അല്ലേ. അപ്പൊ കാർബൺ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് 12,
പിന്നെ 4 ഹൈഡ്രജൻ അല്ലേ. അപ്പൊ 12 + 4 അപ്പൊ എത്ര 16 ഗ്രാം. എത്ര വേണ്ടത് 16 ഗ്രാം ആണ് 1 മോളിന് വേണ്ടത്. ഇവിടെ നമുക്ക് 64 ഗ്രാം ആണ് പറഞ്ഞേക്കുന്നത്. 64 ഗ്രാം വന്നു കഴിഞ്ഞാൽ എത്ര മാസ് കാർബൺ ഉണ്ടാവും? ഇവിടെ നോക്കിയേ 16 ഗ്രാം മീഥൈൻ്റെ ഒപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ 44 ഗ്രാം ആണ് എന്തെന്ന് പറയണത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ 16 ഗ്രാം മീഥൈൻ മാറിയിട്ട് 64 ഗ്രാം മീഥൈൻ ബേൺ ചെയ്താൽ 64 ഗ്രാം മീഥൈൻ ബേൺ ചെയ്താൽ ഇവിടെ നോക്കിയടാ, ഇവിടെ ഗിവൺ മാസ് എത്രയാണ് 64 അല്ലേ, മോളിക്കുലാർ മാസ് 16 അല്ലേ. 16 × 6 6 ഇല്ല 16 × 8 ചെയ്ത് നോക്കാം. 8 അപ്പൊ 6 8s are 48 അല്ലേ. 8 1s are 8 + 4 12. അത്രയും വേണ്ട, അത്രയും വേണ്ട. 6 4 ടൈംസ് ചെയ്ത് നോക്കാം. 6 4s are 24, 4 1s are 4 + 2 6. അതാണ് കറക്റ്റ്. അപ്പൊ 64 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് എത്ര മോളാണ് ബേൺ ചെയ്തേക്കണം? 4 മോൾ അല്ലേ. 64 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മോളാണ് ബേൺ ചെയ്തേക്കണം? 4 മോൾ. എടാ നോക്കിയടാ, 1 മോള് മീഥൈൻ ബേൺ ചെയ്യുമ്പോൾ 2 മോൾ ഓക്സിജൻ വേണം. അപ്പൊ നമുക്ക് എത്ര മോള് കാർബൺ ഡൈ ഓക്സൈഡ് മതി? 1 മോള് മതി. അപ്പൊ ഇതേ ഇൻറ്റു 1 മോളാകുമ്പോൾ 1 മോള് മതി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര മോളായത്? 4 മോളായിട്ട് മാറിയില്ലേ. 4 മോളായിട്ട് മാറുമ്പോൾ ഇവിടെ 4 മോളായിട്ട് മാറൂലേ. 44 × 4 അപ്പൊ 4 4s are 16. അതേപോലെ തന്നെ എത്ര വരും? 16 + 1 17. അപ്പൊ നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 176 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? കിട്ടും. ഇനി അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. വോളിയം അതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമുക്ക് പറഞ്ഞേക്കണത്? 4 അല്ലേ. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് പറഞ്ഞേക്കണത്? 4. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് at StB4 is equal to given volume by മോളാർ വോളിയം എത്രയാണ്? 22.4. ഗിവൺ വോളിയം അല്ലേ നമുക്ക് വേണ്ടതല്ലേ, വോളിയം അല്ലേ വേണ്ടത്. അപ്പൊ 22.4 × 4. അപ്പൊ 22.4 × 4 എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും? 22.4 × 4 16. 4 2s are 8 + 1 9 and 4 2s are 8 89.6 ലിറ്റർ ആയിരിക്കും അവിടെ ഉണ്ടാവണം വോളിയം. 89.6 liters. അപ്പൊ നമ്മ 2 കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് ചെയ്ത്, ഒന്നാമത്തതാണ് അതിന്റെ മാസ്, രണ്ടാമത്തതാണ് വോളിയം. ആദ്യം നമ്മൾ ചെയ്തത് ശ്രദ്ധിച്ചോളണേ. ആദ്യം നമ്മൾ ചെയ്തത് അതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ തന്നെ മോൾസ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് കണ്ടുപിടിച്ചു? അതിന് എത്ര മീഥൈൻ വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതുകൂടാണ്ട് രണ്ടാമത് ചോദിച്ചാൽ അതിന്റെ മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്ത് 16 ഗ്രാം മീഥൈന് എത്ര ഗ്രാം ഓക്സിജൻ ആണ് വേണ്ടത്? ഉണ്ടാവുന്നത് 44 ഗ്രാം ഓക്സിജൻ ആണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞേക്കണം 64 ഗ്രാമിന് എത്ര ഓക്സിജൻ വേണമെന്ന്, എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ 16 × 64 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗിവൺ മാസും നമുക്ക് മോളാർ മാസും അല്ലേ ഉള്ളത്. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. അതായത് 1 മോള് CH4 ബേൺ ചെയ്യുമ്പോൾ നമുക്ക് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണം. അപ്പോൾ ഇവിടെ 4 മോളിലെ കൺവേർഷനിലേക്കല്ലേ വന്നേക്കണത്. അപ്പൊ 4 മോള് ബേൺ ചെയ്തപ്പോൾ നമുക്ക് എത്ര മോള് കിട്ടണം? ഇവിടെ 4 മോളുള്ളത് കിട്ടണ്ടേ. 4 മോള് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് എന്ത് ചെയ്ത്? ഇതേ × 4 അതായത് മോളിക്കുലർ മാസ് ഓഫ് കാർബൺ × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 176 ഗ്രാം. അതാണ് 176 ഗ്രാം ആണ് അതിന്റെ ആൻസർ. പിന്നെ അതിനെ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി മോള് കിട്ടിയല്ലോ, നമ്പർ ഓഫ് മോൾസ് കിട്ടിയല്ല. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. മോളാർ വോളിയത്തിന് അപ്പുറത്തേക്ക് എടുത്തപ്പോൾ 22.4 × 4 എന്താ കിട്ടി? 89.6 liters. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇതിന്റെ 3 ടൈപ്പ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തായാലും പ്രതീക്ഷിക്കാം. 4 മാർക്സ് വരെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ സാമ്പിൾ ഓഫ് CO2 കണ്ടെയ്ൻസ് 176 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അതിലുണ്ട്. അപ്പൊ ഗിവൺ മാസ് 176. കുറച്ചു മുമ്പ് നമ്മൾ തന്നെയല്ലേ ചെയ്തത്? അതന്നെ ഏകദേശം അതൊക്കെ തന്നെയാണ് കേട്ടോ. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ഇറ്റ് സാമ്പിൾ അറ്റ് StB? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ വേറെ രീതി ചോദിച്ചെന്നുള്ളൂ. എത്ര വോളിയം എന്നല്ലേ ചോദിച്ചേക്കണം. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് അധികം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് വോളിയമായി ചോദിച്ചേക്കണം. അപ്പൊ ആദ്യം മോൾസ് കണ്ടുപിടിച്ചിട്ട് വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ ഗിവൺ മാസ് 176 / 44 എത്രയാണ് ആൻസർ? നമ്മൾ നേരത്തെ ചെയ്തല്ലേ. എത്ര ആൻസർ? 4. ആൻസർ ഇസ് 4. അപ്പൊ 4 മോൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 4 is equal to, അതായത് നമ്പർ ഓഫ് മോൾസ് is equal to ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. മോളാർ വോളിയം എത്രയാണ്? 22.4. അത് ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? 89.6 ലിറ്റർ തന്നെ കിട്ടും. അതായത് മേളിൽ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല,
അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനത്തെ ഒരു കൺവേർഷൻ ചോദ്യം. അതുകൊണ്ടാണ് രണ്ടാമതും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നത്. പക്ഷേ ഇനി പറയാൻ പോണ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺ ടു ഗെറ്റ് ദിസ് amount ഓഫ് CO2? എത്ര ഗ്രാം കാർബൺ ബേൺ ചെയ്താലേ നമ്മൾക്ക് ഈ എമൗണ്ട് CO2 കിട്ടുകയുള്ളൂ എന്നാ ചോദിച്ചേക്കുന്നത്. അതായത് നമ്മൾക്ക് 176 ഗ്രാം കാർബൺ വേണം. സിമ്പിളാ, 176 ഗ്രാം കാർബൺ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എത്ര ഗ്രാം ഓഫ് കാർബൺ വേണമെന്നാണ്. നോക്കിയാൽ C+O2 അല്ലേടാ CO2 എന്ന് പറയണത്. C+O2 അല്ലേടാ CO2. അപ്പോ കാർബൺ 12 പ്ലസ് O2 എന്ന് പറഞ്ഞാൽ 32, അതാണ് 44 മാറുന്നത് അല്ലേ. അപ്പോ ഇവിടെ 176 നമുക്ക് കിട്ടണം. അതിന്റെ എത്ര ടൈംസ് ആണ് 44 എത്ര ടൈംസ് ആണ് 176 എന്ന് പറഞ്ഞാൽ 4 ടൈംസ് അല്ലേ. അപ്പൊ ഇതേ ഇൻറ്റു 4 ടൈംസ് തന്നെ കാർബണും വേണ്ടേ. 12 × 4 12 × 4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 2s are 8 4 1s are 4. അപ്പൊ 48 ഗ്രാം കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ എമൗണ്ട് 176 എന്ന് പറഞ്ഞ എമൗണ്ട് CO2 പുറത്തേക്ക് ലഭിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേടാ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ പാറ്റേണിൽ പുതിയ ടോപ്പിക്കിൽ വന്നേക്കണം മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. സോ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പോവാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. നോക്കിയേ, 2H2 plus O2 gives 2H2O is the equation for the formation of water. What is the mass of O2 gas needed to get 36 grams of water? അവിടെ നോക്കിയേ, ഇവിടെ ചോദിച്ചേക്കണത് നമുക്ക് എത്ര O2 വേണം 36 ഗ്രാം വാട്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പൊ 2H2 പ്ലസ് O2 gives 2H2O. 36 ഗ്രാം വെള്ളം വേണമെന്നല്ലേ പറഞ്ഞത്. നോക്കിയേ, 2 × 2 4 പ്ലസ് O2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. അപ്പൊ gives 32 പ്ലസ് 4 എത്രയാണ്? 36 അല്ലേ. 36 അല്ലേ. അതായത് നമ്മൾ പഠിച്ചാണ്ട് 9ാം ക്ലാസ്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു ദ മാസ് ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ മാസം ആയിരിക്കും ഇപ്പുറത്ത് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ 36 ഗ്രാം കിട്ടാനായിട്ട് ഞാൻ എത്ര മാസ് ഓഫ് O2 എടുത്തു? 32 ഗ്രാംസ് ഓഫ് O2. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എത്ര മാസം O2 ആണ് നിങ്ങൾ എടുത്തത് 36 ഗ്രാം വെള്ളം കിട്ടാനായിട്ട്? എത്ര എടുത്തടാ? എത്ര എടുത്ത്? നിങ്ങൾ 32 ഗ്രാം O2 എടുത്തു. ഫൈൻഡ് ദ വോളിയം ഓഫ് H2 ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 ലിറ്റേഴ്സ് H2O വാട്ടർ വേപ്പർ അല്ലെങ്കിൽ H2O വേപ്പർ അറ്റ് STP. H2യുടെ ഗ്യാസ് വേണം നമുക്ക് 22.4 ലിറ്റർ ആണ് എനിക്ക് വേണ്ടത് വെള്ളം. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോൾ ആണ് അവിടെ ആൻസർ. 1 മോൾ ആണ് എൻ്റെ ആൻസർ. എടാ H2O എന്ന് പറഞ്ഞാൽ എത്രയാണ്? H2O H2 എന്ന് പറഞ്ഞാൽ 2, O എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് 16 അല്ലേ. 18 ഗ്രാം ആണ് എന്ന് പറയണത് 1 മോൾ എന്ന് പറയണത്. എനിക്കിവിടെ എത്ര ഇവിടെ കിട്ടുന്നത്? 36 അല്ലേ, എൻ്റെ ഇരട്ടിയല്ലേ. അപ്പൊ എത്ര പോലെ? അപ്പൊ ഇത് H2 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 2 മോൾസ് ആണ് ഇവിടെ ഉള്ളത്. 2 മോൾ ഓഫ് H2 1 മോൾ ഓഫ് O2 റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 2 മോൾസ് ഓഫ് വാട്ടർ കിട്ടി. അപ്പോ ഇവിടെ 2 മോൾസ് ഓഫ് H2 ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. എനിക്കിത് 1 മോൾ 2 മോൾ വേണ്ട, എനിക്ക് എത്ര മതി? 1 മോൾ മതി അല്ലേ. അപ്പൊ വാട്ടർ വേപ്പർ 1 മോൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ എത്ര മോൾ? അതായത് ഇതിന്റെ പകുതി തന്നെയല്ലേ ഇത്. സോ ഇവിടെ നമുക്ക് എത്ര മോൾ H2 വേണം? 1 മോൾ H2 തന്നെ മതി. അതായത് 2H2 വേണ്ട, വെറും H2 മതി. അപ്പൊ H2O എന്ന്. പക്ഷെ അത് ബാലൻസ്ഡ് ആവൂല ഇക്വേഷൻ. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ചോദ്യമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എത്ര മോള് 22.4 ലിറ്റർ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര വേണമെന്നാണ് അവർ ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1 മോള് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 22.4, അതായത് 1 മോള് വാട്ടർ എനിക്ക് പുറത്തേക്ക് കിട്ടും. ഇനി ഇഫ് വി ടേക്ക് 4 grams ഓഫ് ഹൈഡ്രജൻ, നമ്മൾ ഓൾറെഡി എടുത്തേക്കണം 4 grams ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഹൗ മച്ച് grams ഓഫ് O2 ഷുഡ് ബി ടേക്കൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ദിസ് ഹൈഡ്രജൻ? അതായത് നമ്മൾ 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കണമെങ്കിൽ ഹൗ മെനി ഗ്രാംസ് ഓഫ് O2, എത്ര ഗ്രാംസ് ഓഫ് O2 വേണം നമുക്ക് കംപ്ലീറ്റ് ഇത് മൊത്തം തീരാനായിട്ട്? എത്ര വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തില്ലേ. 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തപ്പോൾ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്നത് 32 ഗ്രാം. അപ്പോഴല്ലേ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയത്. 2 4 H2 ഉണ്ട്, 2 O2 ഉണ്ട്, 2 O2 ഉണ്ട്, ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പൊ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. സോ 4 ഗ്രാംസിന് നമുക്ക് എത്ര വേണമായിരുന്നു? 32 grams ഓഫ് O2 വേണമായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും വരും. നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ വള്ളിയുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നിങ്ങൾക്ക് ഓൾറെഡി അവിടെ തന്നേക്കണ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ എന്ത് ചെയ്തേക്കണത്? ചോദിച്ചേക്കണം. അപ്പൊ 2 പ്രാവശ്യം അത് അടുപ്പിച്ചും ചോദിച്ചിട്ടുണ്ട്. 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തേക്കണം 4 ഗ്രാം ഹൈഡ്രജൻ ആണ്. എത്ര ഗ്രാം O2 വേണം കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്? 32 ഗ്രാം തന്നെ അവിടെ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണേ.
ദ ഗ്യാസസ് CO2 ആൻഡ് SO2 ആർ കെപ്റ്റ് അറ്റ് STP. രണ്ട് ഗ്യാസുകളുണ്ട്, SO2ഉം CO2ഉം രണ്ടും എന്ത് ചെയ്തേക്കണാണ്, STPയിൽ വെച്ചേക്കണാണ്. അവർ രണ്ടുപേരെയും വോളിയം എന്താണ്, 112 ലിറ്റർ ആണെന്നാണ് പറഞ്ഞേക്കണം. 112 ലിറ്റർ ആണ് CO2ഉം അതേപോലെ തന്നെ SO2ഉം എടുത്തേക്കണം. വാട്ട് ഇസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? ഒരു മോൾ ഓഫ് ഇവിടുത്തെ ചോദ്യം, ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണോടാ. നമ്മളെല്ലാവരും കയറി എന്തെങ്കിലുമൊക്കെ ചേഞ്ച് GM എന്നല്ല, ഗിവൺ വോളിയം ബൈ 22.4 എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും. എടാ അവർ ചോദിച്ചേക്കണം, ആ ചോദ്യം ശ്രദ്ധിച്ചേ. ഒരു മോള് ഗ്യാസിന്റെ വോളിയം എപ്പോഴും എന്തായിരിക്കും? നമ്മൾ പെട്ടെന്ന് നമുക്ക് ചോദ്യം കേൾക്കുമ്പോൾ എന്താണ് ആലോചിച്ചു പോകും, പക്ഷെ അത് സിമ്പിളായിട്ട് അവർ ചോദിച്ചേക്കണം, ഒന്നുമല്ല അത്. ഒരു മോള് ഗ്യാസിന്റെ വോളിയം എപ്പോഴും 1 മോൾ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വോളിയം എന്തായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് വോളിയം അല്ലേ അത്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലെ വോളിയം അല്ലേ, അതല്ലേ 1 മോൾ. 1 മോൾ ഗ്യാസിന്റെ ഏത് ഗ്യാസിന്റെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ വോളിയം എപ്പോഴും എന്തായിരിക്കും? 22.4 ആയിരിക്കും. നമ്മളപ്പോൾ ചിന്തിച്ച് മറ്റേ അയ്യോ എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയൊന്നും ആലോചിച്ചിരിക്കരുത്. ആ ചോദ്യം ഇത്ര ചോദിച്ചാണ്, ഒരു മോൾ ഏത് ഗ്യാസ് എടുത്താലും STPയിൽ അതിന്റെ എന്തായിരിക്കും, വോളിയം എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കണം. എത്രയാണ്? 22.4. സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ മാസ് ഓഫ് 112 ലിറ്റേഴ്സ് ഓഫ് CO2? എടാ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മുടെ അടുത്ത് മാസാണ് ചോദിച്ചേക്കണം, ലിറ്റർ തന്നിട്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടല്ലേ നമ്മൾ അതിനെ കണക്ട് ചെയ്യുക. സോ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം 112 ഡിവൈഡ് ബൈ മോളാർ വോളിയം 22.4 അല്ലേ? അവിടെ നോക്കിയേ, 1 1 2 2 2 ആയിട്ടൊക്കെ കട്ട് ചെയ്ത് പോലെ. അതായത് ഇത് എത്ര ആയിരിക്കും വരിക? 22.4 into 5. 4 5s are 20. 2 2s are 4 plus 2. എത്ര വരും? 5 2s are 10 plus 2 12 and 5 2s are 10 plus 1 11 അല്ലേ? പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 112. So this is 5 moles. 5 moles ആണ് ഉള്ളത്. ഇനി നമുക്കിതിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാലോ. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? അപ്പൊ 5 ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് എനിക്കില്ല, മോളാർ മാസ് അവിടെ ഉണ്ട്. എത്രയാ? 44. ഇതിനപ്പുറത്തേക്ക് എടുത്താൽ എനിക്ക് ആൻസർ ആവില്ലടാ. 44 into 5. 4 5s are 20. 4 5s are 20 plus 2 22. അപ്പൊ ഇവിടെ ആൻസർ എന്ത് കിട്ടും? ഗിവൺ മാസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട മാസ് ഇസ് ഈക്വൽ ടു 220 grams. 220 grams. 4 5s are 20. പിന്നെ അതേപോലെ 5 4s are 20 plus 2 22. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്. അപ്പൊ ഇതേ നമ്പർ ഓഫ് മോൾസിൽ എത്രയാണ് ഗ്രാംസ് വരുന്നത്? 220 ഗ്രാം. ഇനി എത്ര മോളിക്യൂൾസ് ഓഫ് SO2 ആണ് അതിലുള്ളതെന്ന്. എടാ അവരാദ്യമേ തന്നു, രണ്ടിൻ്റെയും വോളിയം എന്താണ്? 112 ആണ്. അതിന്റെ മോൾ എത്രയാണ്? 5 ആണ്. അപ്പൊ എത്ര മോൾ ഓഫ് SO2 ഉണ്ടാവും? SO2 എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചോദ്യം. ഈ ചോദ്യം നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇത്ര ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഇച്ചിരി കോൺസെൻട്രേഷൻ മാത്രമാണ്. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. പിന്നെ പറയുന്നു, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. വെറുതെ കൊണ്ട് തല ചിന്തിച്ചിതാക്കരുത്. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളത്? കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എയർ ബബിൾസ് റൈസിംഗ് ഫ്രം ദ വാട്ടർ ഇൻ എ ബീക്കർ ആർ ഷോൺ ഇൻ ദ ഫിഗർ. വിച്ച് ഫിഗർ ഇസ് കറക്റ്റ്? ഗ്യാസ് ലോ സ്റ്റേറ്റ് ചെയ്യണം. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തത് തന്നെയാണ്ടാ. നോക്കിയേ, ആദ്യത്തെ ഫിഗർ താഴെ വലിയ ബബിളും മേളിൽ ചെറിയ ബബിൾ. രണ്ടാമത്തേലാണെങ്കിൽ എല്ലാം സെയിം ബബിൾ. മൂന്നാമത്തേലാണെങ്കിൽ ചെറുത് മുതൽ വലുതായിട്ട് വന്നു. നാലാമത്തേല് വലുത് ചെറുത് പിന്നെ കുറച്ചൊക്കെ വലുത്, അങ്ങനെ. എടാ ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ ഒരു മീൻ അക്വേറിയത്തിലിട്ട കാര്യം, ഒരു അക്വേറിയത്തിലുള്ള ഒരു മീനിൻ്റെ കാര്യം. മീൻ അതിൻ്റെ ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ താഴെ ചെറുത് മേളിലെത്തുമ്പോൾ വലുത് അല്ലേ? താഴെ ചെറുത് മേളിൽ വലുത്. ഇപ്പം ഇതിൽ ഏത് ഫിഗറാണ് അപ്പം ഇതിൽ കറക്റ്റായിട്ട് വന്നേക്കണം? നാലേജ്. യെസ്, ആൻസർ സി. അതായത് സി എന്ന് പറഞ്ഞ ഫിഗർ ആണ് നിങ്ങൾക്ക് അവിടെ എന്തായിട്ട് വന്നേക്കണം? കറക്റ്റായിട്ട് വന്നേക്കണം. എടാ വെള്ളത്തിൻ്റെ താഴെ വളരെയധികം പ്രഷർ ഉണ്ടാവും, മേളിൽ പ്രഷർ കുറവായിരിക്കും അല്ലേ? അപ്പം താഴെ പ്രഷർ കൂടുതലാകുമ്പോൾ എന്ത്? സൈസ് ചെറുതായില്ലേ, അപ്പോൾ വോളിയം കുറല്ലേ? അപ്പം വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഏതിലോ ഫസ്റ്റ് നമ്മളിപ്പോൾ കുറേ നേരം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഏതിലോ വേണ്ട? ഏതാണ്? യെസ്, ബോയിൽസ് ലോ. ഏതാണത്? ബോയിൽസ്
ലോ സ്റ്റേറ്റ് ദ ലോ എന്ന് പറയാനായിട്ട് ഇനി നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ കേട്ടോ. ഇനി അടുത്ത് how many moles of nitrogen are required to produce 6 moles of ammonia? ഇക്വേഷൻ തന്നിട്ടുണ്ട്. N2 plus സമയം എത്ര 5 അല്ലേ, N2 plus 3H2 gives 2NH3 എന്നാ പറഞ്ഞേക്കണം അല്ലേ. അപ്പോൾ 1 മോൾ N2ക്ക് 3 മോൾ ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ 2 മോൾ അമോണിയ പുറത്തേക്ക് വരുന്നുള്ളൂ. എനിക്ക് എത്ര മോൾ അമോണിയ വേണം? 6 മോൾ വേണം. എടാ 3 + 1 എത്രയാണ്? 4 അല്ലേ? 4ന്റെ പകുതിയല്ലേ ഇവിടെ വന്നേക്കണം അല്ലേ. അപ്പൊ ഇവിടെ ഇരട്ടിയാണെങ്കിൽ ഇരട്ടിയുടെ പകുതിയല്ലേ ഇവിടെ ടോട്ടൽ ചെയ്താൽ ഇരട്ടി ടോട്ടൽ ആണ് അതിന്റെ പകുതി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ 6 ആണ്. ഇവിടെ എനിക്ക് 6 വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ഇവിടെ എന്തായിട്ട് വരണം? 12 ആയിട്ട് വന്നെ 1:3 എന്നുള്ള റേഷ്യോ അല്ലേ. അപ്പൊ 12 വന്നാലല്ലേ ഇവിടെ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ 3 ടൈംസ്. അപ്പൊ 3 ഇൻറ്റു എത്ര ടൈംസ് ആണ്? അതായത് 6 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ടൈംസ് ആണ്. അപ്പൊ 3 ഇൻറ്റു 3 ടൈംസ് ചെയ്ത് നോക്കുമ്പോൾ എത്ര 9. ഇത് ഇൻറ്റു 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? അതായത് 3 ടൈംസ് അല്ലേ വോളിയം കൂടിയേക്കണത്. 2 മോൾസ് ആണ് നോർമലി നമുക്ക്, അതായത് 1 ഫസ്റ്റ് കേസിൽ നമ്മൾ 1 എടുക്കുമ്പോൾ. പക്ഷേ എത്ര മോൾസ് ആണ് എനിക്ക് വേണ്ടത്? 6 അല്ലേ. അപ്പൊ 2 ഇൻറ്റു 3 ടൈംസ് അല്ലേ 6 എന്ന് പറയുന്നത്. അപ്പൊ 1 മോളിൽ നമുക്ക് നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. അപ്പൊ അതേ ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. അല്ലെങ്കിൽ 6 മോൾസിന്റെ ഇത് കിട്ടും. അപ്പൊ 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആൻഡ് 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പൊ 3 + 9 എത്രയാണ്? 12. 12ന്റെ പകുതിയല്ലേ 6. 12ന്റെ പകുതിയല്ലേ 6. സോ നമ്മൾക്ക് 12ന്റെ പകുതിയായ 6 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എത്ര മോൾസ് ഓഫ് നൈട്രജൻ ആണ് ഇവിടെ വേണ്ടി വന്നത്? യെസ്, 3 മോൾസ് ഓഫ്, അല്ലെങ്കിൽ 3 മോൾസ് ഓഫ് നൈട്രജനും അതേപോലെ തന്നെ 9 മോൾസ് ഓഫ് ഹൈഡ്രജനാണ് നമുക്ക് ഇവിടെ ആവശ്യം വന്നത്. 3 മോൾസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഗ്രാംസ് ഓഫ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 36 ഗ്രാംസ് ഓഫ് വാട്ടർ? സെയിം, നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. 36 ഗ്രാം വാട്ടർ ഉണ്ട്, അവിടെ എത്ര ഓക്സിജൻ ഉണ്ടാ? 2 2s are 4 grams of hydrogen വേണമെങ്കിൽ ഞാൻ ഇപ്പുറത്ത് എഴുതാം. 4 grams of hydrogen ഉണ്ട്, അതിൻ്റെ ഒപ്പം 32 ഗ്രാം ഓക്സിജനും കൂടി കിട്ടിയപ്പോൾ 36 ഗ്രാം വാട്ടർ കിട്ടിയില്ലേ? 36 ഗ്രാം അല്ലേ ചോദിച്ചേക്കണം. 36 നിങ്ങൾക്ക് എത്ര എടുത്തു? 32 ഗ്രാം ഉപയോഗിച്ചു. എത്ര ഉപയോഗിച്ചടാ? 32 ഗ്രാം ഉപയോഗിച്ചു. അപ്പൊ ആദ്യത്തെ ആൻസർ 3 മോളും രണ്ടാമത്തെ ആൻസർ 32 ഗ്രാംസും ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഐ തിങ്ക് വി ആർ മൂവിങ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ. 20th question. What is the number of Cl2 molecules in 720 grams of chlorine gas? Simple. വളരെ 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 സിമ്പിൾ ആണ്. എന്താണ്? നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ ചോദിച്ചേക്കണം. അപ്പൊ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണണം. We find the number of moles. Number of moles is equal to എന്തായിരുന്നു? ഗ്രാമിൽ വന്നേക്കണം. So given mass by molar mass. So given mass is 710 divided by 35.5. എടാ 35 എന്നാലോചിക്കുക. 35 + 35 എത്രയാണ്? 60 70 70. അര പ്ലസ് അര ഒന്നല്ലേ. അപ്പൊ 35ന്റെ 2 ടൈംസ് അല്ലേ ഇത്. സോ 20 moles. ഓക്കെ, വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഫസ്റ്റ് അവർ ചോദിച്ചേക്കണം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് താഴെ ചോദിച്ചേക്കണം. ഈ സാമ്പിളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് ആദ്യം ഉദ്ദേശിച്ച അവർ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനും, ബി ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയാൻ. എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഇക്വേഷൻ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോസ് നമ്പർ. എത്ര ഉണ്ടാ? 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. സോ ഐ തിങ്ക് വി ആർ ഡൺ അപ്പ് വിത്ത് അവർ സെഷൻ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 20 ക്വസ്റ്റ്യൻസോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ 20 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തത്. അല്ല സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓർത്തോ ദാറ്റ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേപോലെ അല്ലെങ്കിൽ ഒരേ ടൈപ്പിലുള്ളത് ഇട്ട് തന്നേക്കണത്. നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇനിയും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്ത് നോക്കുക. തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ പല പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഇതെല്ലാം ചെയ്ത് നോക്കുക. പ്ലസ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടാ, നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾ നല്ലോണം വായിക്കുക. ടെക്സ്റ്റ് വായിക്കാതിരിക്കരുത്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത്.
ഡെഫിനറ്റ്ലി നിങ്ങളത് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനിരിക്കാൻ നിങ്ങൾ അതും കൂടി നല്ലോണം വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ വർക്കൗട്ട്സും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാനായിട്ട്. കാരണം ടെക്സ്റ്റിൻ്റെ ഏതോ മുക്കിൽ നിന്ന് മൂലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ്. സോ അത് നിങ്ങൾ നല്ലോണം നോക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കാം. ഓക്കെ, ടിൽ ദെൻ താങ്ക് യു.